5 പതിറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള ചരിത്ര ദൗത്യത്തിന് കാതോർക്കുകയാണ് ലോകം. 1972 അപ്പോളോ ദൗത്യത്തിന് ശേഷം ആദ്യമായാണ് മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത്. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ് നാസയുടെ ആർടെമിസ് 2 വിക്ഷേപണം. ഭാവിയിലെ ചൊവ്വായാത്രകൾക്കും ചന്ദ്രനിലെ മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യത്തിനും അടിത്തറപ്പാകുന്നതാണ് ഈ ഉദ്യമം. ചന്ദ്രനിൽ പതാക നാട്ടുക എന്നതല്ല ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഈ യാത്രികർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നുമില്ല. പകരം 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ അവർ ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരികെയെത്തും. ഈ യാത്രയിൽ ചന്ദ്രനിൽ ഇറങ്ങാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകളും സുരക്ഷാ സംവിധാനങ്ങളും പരിശോധിക്കുക എന്നതാണ് ലക്ഷ്യം. 4 ബഹിരാകാശ യാത്രികർ ആണ് ഈ യാത്രയുടെ ഭാഗമാകുന്നത്. ഈ ദൗത്യത്തിൻ്റെ മറ്റൊരു വലിയ സവിശേഷത മനുഷ്യൻ നാളിതുവരെ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും ദൂരത്തേക്കാണ് ഈ സംഘം യാത്ര ചെയ്യുന്നത് എന്നതാണ്.